തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് തർക്കങ്ങൾ പലയിടങ്ങളിലായി ഇപ്പോഴും തുടരുന്നുണ്ട്. അതെ, ഇന്നിപ്പോൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. സീറ്റ് വിഭജനത്തിൽ ഒത്തുതീർപ്പിലെത്താനാവാതെ വന്നതോടെ ഇടുക്കിയിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വിമത നീക്കം. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അട്ടിമറിച്ച് ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങിയെന്ന് ആരോപിച്ച് യൂത്ത് ലീഗിലെ ഒരു വിഭാഗം പരസ്യമായി രംഗത്ത് വന്നു. യുവാക്കൾക്ക് പരിഗണന നൽകാത്തതിലും പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാണ്. സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ലീഗിൽ രൂപപ്പെട്ട അസ്വാരസ്യങ്ങളാണ് ഒടുവിൽ പൊട്ടിത്തെറിയിലേക്ക് എത്തിയത്. തൊടുപുഴ നഗരസഭ മുൻ അധ്യക്ഷന്മാരായ AM ഹാരിദ്, സഫിയ ജബ്ബാർ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് തർക്കം. 3 തവണയിൽ കൂടുതൽ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി ചിലർ അട്ടിമറിക്കുകയാണെന്നാണ് യൂത്ത് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. ചർച്ചകളിൽ സമവായമാകാതെ വന്നതോടെയാണ് പരസ്യ പ്രതികരണത്തിലേക്ക് വിമതരെത്തിയത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളവരുടെ മാനദണ്ഡം, ആ മാനദണ്ഡം കർക്കശമായി പാലിക്കപ്പെടണം. പാലിക്കപ്പെട്ടില്ലെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അനുമതിയോടുകൂടി കൃത്യതയുള്ള ഒരു ഇടപെടൽ ഞങ്ങൾ ആ കാര്യത്തിൽ നടത്തും. നേതാക്കളുടെ നിലപാടിനെതിരെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തെ അവഗണിച്ചാൽ വിമത സ്ഥാനാർത്ഥിയെ നിർത്താനാണ് നീക്കം. സീറ്റ് നിർണയത്തിൽ പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് ഇടുക്കിയിൽ ലീഗിന് വിമത നീക്കം കൂടി തലവേദന സൃഷ്ടിക്കുന്നത്. മീഡിയ 1 ഇടുക്കി.